ഓണം കേരളത്തിൽ മാത്രമല്ല കേട്ടോ, നമ്മൾ അടിച്ചു പൊളിച്ച് നേപ്പാളിൽ ഓണം ആഘോഷിച്ച് നമ്മുടെ നമ്മുടെ പൂക്കളം കാണാം. ആദ്യം ടെറസിന്റെ മുകളിൽ ഒറ്റക്കാണ്. അപ്പൊ നമ്മുടെ ഓണാഘോഷം എന്തേ, നമ്മുടെ പൂക്കളം എന്തേ ഇവിടെ കണ്ട, ഭയങ്കര കാറ്റാണ്, പൂക്കതേ പറന്ന് അവിടെ എത്തി. അപ്പൊ ഇതാട്ടോ നമ്മുടെ വർണ്ണശലഭമായ നമ്മുടെ പൂക്കളം. അപ്പൊ ഏറ്റവും അടിപൊളിയായ രീതിയിൽ ഞാൻ ഇവിടെ കിട്ടാവുന്ന ഇലകളൊക്കെ വെച്ച് പൂക്കളം ഉണ്ടാക്കിയിട്ടുണ്ട്. അതിന്റെ കോസ്റ്റ്യൂം കാണിച്ചു തരാം. ചന്ദനം കിട്ടിയില്ല, ഇത് സൺസ്ക്രീനാണ്, അത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യണം. ഇനി മുണ്ടും ഷർട്ടും കിട്ടിയില്ല കേട്ടോ. മുണ്ടിന് വരെ നമ്മ ഒരു ടർക്കി എടുത്ത് കൊടുത്തിട്ടുണ്ട്. സെറ്റല്ലേ? ഓണമൂട് ഓണമൂട്. നമ്മുടെ ഉറിയടി മത്സരമാണ്. ആഘോഷങ്ങളൊക്കെ കഴിഞ്ഞ സ്ഥിതിക്ക് ഈ നമ്മ നേപ്പാളിൽ സദ്യയാണ്. അപ്പൊ എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ സദ്യയൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ സദ്യ പോരട്ടെ. സദ്യ എന്നുണ്ടല്ലോ സദ്യ. പായസം ഒന്നും വെക്കാൻ പറ്റിയൊന്നുമില്ല ഇവിടെ നിന്ന് കിട്ടാൻ. ഞാനപ്പോൾ ഇവിടെ നേപ്പാളിൽ ഏറ്റവും ഫ്രഷ് ആയിട്ട് കിട്ടുന്ന തൈരാണ്. അപ്പോൾ കുറച്ച് തൈര് ഒപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഉരുളക്കിഴങ്ങില്ല, അത് എന്ത് നേപ്പാള്. അപ്പോൾ അതെ പായസം കുടിക്കണ പോലെ തൈര് കുടിക്കാം. അടിപൊളി പുഴുങ്ങിയ ഉരുളക്കിഴങ്ങാണ്. അപ്പം നേപ്പാളിൽ മെയിൻ ഇത് തന്നെ. അപ്പം ഇതൊക്കെ തന്നെ നമ്മുടെ ഇവിടുത്തെ ജീവിതം. അപ്പം എല്ലാവരും ഹാപ്പി അല്ലേ? അപ്പം എല്ലാവരും നമ്മുടെ യാത്രകളുടെ തുടരും. ഒന്നേ പറയാനുള്ളൂ, നാട്ടിലുള്ള പഠിച്ച് പൊളിച്ച് ഓണം ആഘോഷിച്ചു. ഓണം കിട്ടാതിരിക്കുമ്പോൾ അതിൻ്റെ വിഷമം മനസ്സിലാവുള്ളൂ. ഇപ്പോഴാണ് പ്രവാസികളുടെ വിഷമം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പം വേറെ ഒന്നും പറയാനൊന്നുമില്ല, എല്ലാവരും അടിച്ച് പൊളിച്ച് ഓണം ആഘോഷിക്കുക കേട്ടാ. നമ്മുടെ യാത്രകൾ തുടരുകയാണ്. എല്ലാവരും കൂടെ നിൽക്കാൻ സപ്പോർട്ട് ചെയ്യുക. നേപ്പാളിലെ പുതിയ കാഴ്ചകളും പുതിയ രുചികളുമായിട്ട് നമ്മൾ വീണ്ടും വരും. ഓക്കെ, ബൈ.